ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന തസ്തികയുടെ കൺഫർമേഷനുള്ള ഡേറ്റ് വന്നിരിക്കുന്നു. 30/12/2023 നോട്ടിഫിക്കേഷൻ വന്ന ഈ തസ്തികയ്ക്ക് കേരളത്തിലാകമാനം നല്ല വേക്കൻസികളാണുള്ളത്. പ്രത്യേകിച്ചും കൺഫർമേഷൻ നൽകേണ്ട ഡേറ്റ് 23/8/2024 മുതൽ 11/9/2024 വരെയാണ്. കേരള PSCയിൽ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുകയും എന്നാൽ അവർ കൺഫർമേഷൻ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഈ ഒരു ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് യാതൊരുവിധ വാലിഡിറ്റി ഇല്ലാതാവുകയും പിന്നെ ഈ പരീക്ഷ എഴുതാൻ പറ്റാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവസാന ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കൺഫർമേഷൻ നൽകാൻ നോക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ ഇതിൽ പറയാനുള്ളത് എക്സാം ഡേറ്റ് ആണ്. ഇതിന്റെ ഡേറ്റ് വന്നിട്ട് 11/11/2024 ആണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഈ ദിവസം തന്നെയാണ് നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് ഏതാണ്ട് 90 ദിവസത്തിന് അടുത്താണ്. ഏതാണ്ട് 85-86 ദിവസമാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് ഒരു റാങ്കിലേക്ക് എത്താനുള്ളൊരു സമയമാണ്. അതായത് ക്രീം ഓഫ് ദ ടൈമാണ്, എക്സാമിനേഷൻ്റെ ക്രീം ഓഫ് ദ ടൈമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം കൂടിയാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരും പഠിച്ച് മധ്യത്തിലെത്തിയിരിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ഗൈഡൻസ് തരുന്നതിന് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിൽ മുഴുവനുള്ളവർക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാറാണ്. അതിൻ്റെ ഡേറ്റ് ഉടൻ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്ത് തന്നെയാലും വൈകില്ല, ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ ഈ വെബിനാറിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന 80 ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, ഈ കണ്ടന്റുകൾ എങ്ങനെ കൃത്യമായിട്ട് 80 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ ഒക്കുമെന്നും അതിലൂടെ എങ്ങനെ ഒരു റാങ്ക് ഹോൾഡറായിട്ട് മാറാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ലക്ഷ്യമാകുന്നത്. നമ്മുടെ ലക്ഷ്യം പഠിച്ച് റാങ്ക് നേടുക എന്നുള്ളതാണല്ലോ. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ്, ഇപ്പം നിങ്ങൾക്ക് പല ബുക്കുകളും അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യാത്ത ചില ബുക്കുകൾ ഉണ്ടായിരിക്കും. ആ ബുക്കുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി സ്റ്റഡി പാറ്റേൺ, നിങ്ങൾ പഠിക്കുന്ന പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റാങ്കിലേക്കുള്ള ദൂരം കൂടുമെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചുള്ള ഏണസ്റ്റ് അക്കാഡമി കൃത്യമായിട്ടൊരു പഠനത്തിന്റെ ഒരു പാത നിങ്ങൾക്കായി തുറന്നു തരികയാണ്. ഇത് തികച്ചും സൗജന്യമായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പിക്ചർ, പരീക്ഷയെ പറ്റി എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു പിക്ചർ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ആ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെ മാറും എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേരള സംസ്ഥാന സർക്കാരിൽ PSC വഴി ഒരു ജോലിയായിരിക്കും. ഇനിയും ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന ഞങ്ങളുടെ ഒരു റിസൾട്ടാണ്. ജൂനിയർ ഇൻസ്ട്രക്ടറിൽ പ്ലംബറിൽ ഞങ്ങൾക്ക് 1ാം റാങ്ക് നേടാൻ പറ്റിയെന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറഞ്ഞോട്ടെ. അരുൺദാസ് M എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഒരു മെൻറ്റർ ആയിരുന്നു. ഒപ്പം നമുക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്, നമ്മുടെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലൂടെയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഞങ്ങൾക്ക് 1ാം റാങ്ക് നേടി തന്നിരിക്കുന്നു എന്നത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയട്ടെ. മാത്രമല്ല ആ ഒരു തസ്തികയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 4 റാങ്ക് ജേതാക്കളെ കിട്ടുകയുണ്ടായി. ഇനി ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഞങ്ങൾക്ക് കേരളത്തിലാകമാനം ഏതാണ്ട് 30+ റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ പറ്റി. ജൂനിയർ ഇൻസ്ട്രക്ടർ ACDയിൽ ഏതാണ്ട് 10ലധികം റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ പറ്റി. ഇനി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഏതാണ്ട് 30-നടുത്ത് റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാനുണ്ടായി. അങ്ങനെ നിരവധി എക്സാമുകളിൽ നമുക്ക് റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാനുണ്ടായി. മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രൗഡബിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 30% മുകളിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഈ വന്നിരിക്കുന്ന ടെക്നിക്കൽ എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഏതാണ്ട് 30ലധികം സ്റ്റുഡൻസും ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെ ഒരു കോഴ്സ്, ഒരു ഇൻറ്റൻസീവ് കോഴ്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് അതിൽ ഒരു 80 days പ്ലാൻ, അതായത് 80 ദിവസം കൊണ്ട് വരാൻ പോകുന്ന 80 ദിവസം എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് PSCയുടെ റാങ്കിൽ എത്താം എന്നതിനെ സംബന്ധിച്ച കൃത്യമായിട്ടൊരു ഇൻറ്റൻസീവ് ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. അതായത് ഏത് രീതിയിൽ വരുന്ന 80 ദിവസത്തെ യൂട്ടിലൈസ് ചെയ്യാം. ടൈമാണല്ലോ ഏറ്റവും വലിയ വെൽത്ത്. അതിനെ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് PSCയുടെ റാങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അഭിമാനപൂർവ്വം കാണിച്ച റാങ്ക് ജേതാക്കൾക്കൊപ്പം നിങ്ങൾക്കും എങ്ങനെ എത്താം എന്നത് കൃത്യമായിട്ട് കാട്ടിത്തരുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന എക്സ്പെർട്ട് ആയിട്ടുള്ള മെന്റേഴ്സ് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടൊരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ജോയിൻ ചെയ്യുന്നതിനും അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ കരിയർ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അധികം വൈകണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ
താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോയിൽ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.